ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അനൂപേ, നീ സച്ചിയെ വിളിച്ച കാര്യം പറ. എന്നിട്ട് എന്ത് വേണമെന്ന് ചോദിക്കാം അവനോട്. ആരും ഇപ്പൊ സച്ചിനെ ഒന്നും വിളിക്കണ്ട. ആ കേട്ടോ. എന്തായാലും ട്രീറ്റ്മെന്റ് ബാക്കിയൊക്കെ ഞാൻ നെല്ലിശ്ശേരിയിൽ വെച്ച് ചെയ്തോളാം. അവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ കുറച്ചു നേരത്തെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയിന്ന് വെച്ച് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, അമ്മ കുറച്ചു ദിവസം എന്റെ കൂടെ നെല്ലിശ്ശേരി വന്ന് താമസിക്ക്. ഇവിടെ അമ്മ എനിക്ക് വേണ്ടി ചെയ്യുന്നൊക്കെ അവിടെ വെച്ചും ചെയ്യാലോ. എനിക്ക് സൗകര്യമില്ല. ഞാൻ അവിടെ വന്ന് താമസിച്ചാലേ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? സ്വന്തമായിട്ട് ഓരോന്നങ്ങ് തീരുമാനിക്കുക, എന്നിട്ട് മറ്റുള്ളവർ അതിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക. ഈ പരിപാടി ഇനി ഇവിടെ പറ്റത്തില്ല. അമ്മ എന്ത് പറഞ്ഞാലും എനിക്ക് പോയേ പറ്റൂ. അമ്മേ, ഇവക്ക് ഇത്ര വാശിയാണെങ്കിൽ അവള് പോട്ടെന്നെ. നമ്മൾ എന്തിനാ ഇങ്ങനെ തടയുന്നേ? മോളെ, ശരി, ഞങ്ങൾ ആരും നിന്നെ തടയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് അറിയണം. നീ ഇത്ര പെട്ടെന്ന് ഇവിടെ നിന്ന് നെല്ലിശ്ശേരിയിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ അതിന്റെ കാരണം എന്താ? അത് ഞങ്ങൾക്ക് കൂടെ ഒന്ന് അറിയണമല്ലോ. അനുപേട്ട, ഇപ്പൊ അതിനെ കുറിച്ചൊന്നും എന്നോട് ചോദിക്കരുത്. ദയവ് ചെയ്ത് ഏട്ടനൊരു ടാക്സി വിളിച്ച് എന്നെ അവിടെ കൊണ്ടൊന്ന് വിട്ടു തരണം. ഇല്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചതാ, ഞാൻ പോയിക്കോളാം. ഇവിടെ നല്ല അടി കൊടുക്ക വേണ്ടത്. അനുപേട്ടൻ ചോദിച്ചതിന് നീ ഇതുവരെ മറുപടി പറഞ്ഞില്ല. എത്ര പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ എന്താ കാരണം? അത് പറയടി. നിങ്ങൾ ആരും ഇപ്പൊ അതിനെ കുറിച്ച് എന്നോട് ചോദിക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണമില്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ലാന്ന് നിങ്ങൾക്കറിയാം. കാരണമുണ്ട്, പക്ഷെ അതെന്താന്ന് പിന്നീട് ഞാൻ നിങ്ങളോട് പറയാം. ഒന്നുകിൽ നിങ്ങൾ ഇപ്പൊ എന്നെ അവിടെ കൊണ്ടൊന്ന് വിട്, ഇല്ലെങ്കിൽ എന്നെ ഒന്ന് പോവാനെങ്കിലും ഒന്ന് അനുവദിക്കേ. എന്തെങ്കിലും ചെയ്. ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എടാ, എത്ര പറഞ്ഞിട്ട് മനസ്സിലാവത്തില്ലെന്ന് പറഞ്ഞ പിന്നെ എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ചെയ്. അമ്മേ, ശരി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, ഞാൻ കൊണ്ടുവിടാം. പക്ഷേ ഇതിന്റെ പേരിൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളെല്ലാം നീ ഒറ്റയ്ക്ക് അനുഭവിച്ചോണം. അതിന് നീ ഞങ്ങളെ ആരെയും കൂട്ടി വിളിക്കരുത്. മീരേ, അമ്മയെ നീ റെഡിയോ? നമുക്കിവിടെ കൊണ്ടുവിട്ടിട്ട് വരാം. അമ്മ വരാതെ ഞാൻ വരില്ല. ആദ്യം അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കും. മോളെ, ഏട്ടൻ ഒന്നുകൂടി ചോദിക്കുക, ഇപ്പൊ തന്നെ പോണോ? പോണോ ഏട്ടാ? ഇതെന്റെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നം. ഞാൻ വെറുതെ ഒന്നും പറയില്ല എന്നുള്ളത് ഏട്ടനെ അറിയില്ലേ? എന്റെ കുടുംബം മറ്റെന്തിനേക്കാളും വലുതാ.